അനശ്വരതയുടെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കഫർനാമയിലേക്കുള്ള വഞ്ചിയാത്രയിൽ ശിഷ്യന്മാരോടൊപ്പം യേശുവിൽ നിന്ന് മനസ്സിലാക്കി വീണ്ടും അവർ യേശുവിനെ അന്വേഷിക്കുന്നു. യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവരുടെ അന്വേഷണത്തെ പ്രകാരം പറയും: നിത്യജീവന് വേണ്ടിയല്ല, നശ്വരമായ സംതൃപ്തിയുടെ അപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന്. ഒന്നാമതായി, അടുത്ത ദിവസം 5000 പേർക്ക് അത്ഭുതകരമായ ഭക്ഷണം നൽകുകയും രാത്രി ഗലീലി കടൽ കടക്കുകയും ചെയ്തതിൻ്റെ പിറ്റേന്ന് യേശുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിച്ച ജനക്കൂട്ടത്തിൽ പലരും അവർ എവിടെ പോയി എന്ന് ആശ്ചര്യപ്പെട്ടു. ശിഷ്യന്മാർ യേശുവില്ലാതെ ഒരു ബോട്ടിൽ പോകുന്നത് അവർ കണ്ടു. അപ്പോൾ യേശു അവിടെ ഇല്ലെന്ന് അവർ ശ്രദ്ധിച്ചു. മറ്റ് ബോട്ടുകൾ തിബേരിയാസിൽ നിന്നാണ് വന്നത്. തിബേരിയാസിൽ നിന്നുള്ള ബോട്ടുകൾ കിഴക്കൻ തീരത്ത് കയറ്റി എന്ന വാക്യം തലേദിവസം രാത്രി ഒരു കാറ്റ് വീശിയടിച്ച സത്യത്തിൻ്റെ യാദൃശ്ചികമായ സ്ഥിരീകരണമാണ്. യേശുവിനെ അന്വേഷിച്ചവരും ഒരു വള്ളത്തിൽ കയറി യേശുവിനെ തേടി കഫർനാമിലെത്തി. 2 കഫർനാമിൽ എത്തിയ ജനം യേശു ഭക്ഷണം നൽകിയ അതേ ജനക്കൂട്ടത്തിലും യേശുവിനെ ഭൗമിക രാജാവായി അംഗീകരിക്കാൻ നിർബന്ധിക്കാൻ ആഗ്രഹിച്ച അതേ ജനക്കൂട്ടത്തിലും പെട്ടവരായിരുന്നു അവർ. അപ്പോൾ ജനക്കൂട്ടം യേശുവിനെ സമീപസ്ഥലത്ത് എവിടെയും ഇല്ലെന്നും അവനെ കൊണ്ടുവരാൻ ശിഷ്യന്മാർ മടങ്ങിയെത്തിയതിൻ്റെ ഒരു സൂചനയും ഇല്ലെന്നും ഉറപ്പുവരുത്തി. അവർ അവനെ അന്വേഷിക്കാൻ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോയി. അതായത് അവരിൽ എത്ര പേർക്ക് വള്ളങ്ങളിൽ കയറുവാൻ കഴിയുമോ അത്രയും പേർ അങ്ങനെ കഫർനാമിലെത്തി. എന്നാൽ 5000-മോ 6000-മോ ആളുകൾക്ക് അവരെ കൊണ്ടുപോകാൻ ബോട്ടുകൾ ലഭ്യമാക്കാൻ സാധ്യമല്ലാത്തതിനാൽ മറ്റു പലരും കാൽനടയായി അങ്ങോട്ടേക്ക് പോയി. മൂന്നാമതായി, അവർ കർത്താവിനോട് ആരാഞ്ഞ ചോദ്യമാണ്: റബ്ബി, അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിയത്? ആ ചോദ്യത്തിന് യേശുനാഥൻ മറുപടി പറഞ്ഞില്ല. ഉത്തരം അഥവാ മറുപടി പറഞ്ഞുവെങ്കിൽ ഇതായിരിക്കുമായിരുന്നു: ഞാൻ രാത്രിയിൽ എൻ്റെ ശിഷ്യന്മാരെ സഹായിക്കാൻ ഗലീലി കടലിന് മുകളിലൂടെ നടന്നു. തുടർന്ന് കടലിൻ്റെ ശേഷിക്കുന്ന ദൂരത്തിലൂടെ ഞാൻ അത്ഭുതകരമായി ഞങ്ങളുടെ ബോട്ടിലെത്തി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാൽ യേശുനാഥൻ എപ്പോൾ, എന്തിന്, എങ്ങനെ വന്നു എന്ന് അവരോട് മറുപടി പറയുന്നതിനു പകരം അവർ എന്തിനാണ് വന്നതെന്ന് യേശു അവരോട് പറഞ്ഞു. കാരണം അവർക്ക് അത്ഭുതകരമായി യേശു നൽകുന്ന കൂടുതൽ ഭക്ഷണം ലഭിക്കുവാൻ അവർ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അവർ യേശുവിൽ നിന്നും ആഗ്രഹിച്ചത് 2 കാര്യങ്ങളാണ്: ബാഹ്യമായ അപ്പവും റോമൻ അടിച്ചമർത്തലുകൾക്കെതിരെ അവരെ നയിക്കുവാൻ അത്ഭുതകരമാംവിധം ഒരു അത്ഭുത രാജാവിൻ്റെ പ്രകടനവും. യേശുവിൻ്റെ വാക്കുകളുടെ ജ്ഞാനവും പ്രവൃത്തികളുടെ ഭംഗിയും അവരെ ബാധിച്ചില്ല, സ്വാധീനിച്ചില്ല. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഒരത്ഭുതം. അതിനാൽ ആവേശഭരിതമായ എന്നാൽ അശുദ്ധമായ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു അവരുടെ ആഗ്രഹത്തിൽ. അത് യേശു ആഗ്രഹത്തിന് വിരുദ്ധമായിരുന്നു. ഭൗമിക വസ്തുക്കളും ആത്മീയ വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം യേശു അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു: നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ, അല്ലാതെ നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല എന്ന്. കർത്താവ് അത് പറയുവാൻ കാരണം പിതാവായ ദൈവം അവൻ്റെ മേൽ തൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്.
പ്രിയരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ മുദ്രകൾ പേറുന്ന ദൈവിക അംഗീകാരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മക്കളായി മാറുവാൻ നമുക്ക് യേശുനാഥനിൽ അനശ്വരതയുടെ അപ്പത്തെ, അനശ്വരതയുടെ ജീവനെ അന്വേഷിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.